ഹലോ ക്യൂട്ടീസ്, ഇന്ന് നമ്മൾ ഈ പുതിയതായിട്ട് മേടിച്ച ടെക്സ്റ്റൈലുള്ള ഈ ബുക്കിനകത്ത് നമ്മളൊരു കാപ്പി കുടിക്കുന്ന, അതായത് കോഫീൻ്റെ മഗ് അല്ലെങ്കിൽ കപ്പിനകത്ത് മുകളിലൂടെ നമ്മൾ കാണുന്ന ഒരു വ്യൂ ആണ് പെയിൻറ് ചെയ്യാൻ പോകുന്നത്. ഇത് പെർഫെക്റ്റ് ആയിട്ട് വരയ്ക്കണമെന്നൊന്നുമില്ല, കാരണം ഞാൻ ആദ്യമായിട്ടാണ് വരയ്ക്കുന്നത്, അതും ഈ ബുക്കിനകത്തും ആദ്യമായിട്ടാണ്. ഇത് കുറേ നാളായിട്ട് വരയ്ക്കുന്ന എല്ലാവരും ഇങ്ങനെ ഇൻട്രസ്റ്റിങ് കണ്ടപ്പോൾ ഞാൻ വെച്ച് ഇങ്ങനെ വരയ്ക്കണമെന്ന് എനിക്ക് ആഗ്രഹമാണ്, പക്ഷെ തെറ്റിപ്പോകുമെന്ന് വെച്ച് ഞാൻ വരയ്ക്കാതിരിക്കും. പിന്നെ ഞാൻ വെച്ച് ഇങ്ങനെയല്ലേ വരച്ച് പഠിക്കുന്നത്. അപ്പം ഞാൻ അതിനൊരു 2 റൗണ്ട് അകത്തായിട്ട് ഇത് കപ്പിൻ്റെ മോൾവശവും ശകലം സൈഡിൽ നിന്ന് കപ്പും കാണണം. അതാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി മാക്സിമം നമ്മൾ യൂസ് ചെയ്യുന്നത് വെളിയിലത്തെ ഷാഡോയും അകത്ത് ഡാർക്കായിട്ട്. അപ്പോൾ വെളിയിൽ നമ്മളൊരു ശകലം വെള്ളം ഒന്ന് ജസ്റ്റ് പെരട്ടിയ ശേഷം നമ്മളൊരു ഗ്രേ കളർ അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ വളരെ ഒരു കോഫി ലവറാണ് കേട്ടോ, ഭയങ്കരമായിട്ട്. ഇപ്പോൾ അടുത്തിടയ്ക്ക് നിർത്തി വെച്ചിരിക്കുകയാണ്, പക്ഷേ കാരണം കൊച്ചിലായിരുന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഈ കോഫിയൊന്നുമല്ല, നമ്മുടെ ബ്രൂ കോഫി ഒന്നുമല്ല, നമ്മുടെ സാധാരണ കട്ടൻ കാപ്പി വളരെ പ്രിയപ്പെട്ടായിരുന്നു കേട്ടോ. എൻ്റെ വലിയമ്മച്ചിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, പിന്നെ അനിയത്തിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ അത് തന്നെയല്ല, ഞങ്ങളുടെ ആ ഏരിയയിൽ എവിടെ വീട്ടിൽ ചെന്നാലും ഒരു ടൈം നിങ്ങൾക്കൊരു കട്ടൻ കാപ്പി കിട്ടും കേട്ടോ. അപ്പോൾ ഇനി ഞാൻ അകത്തെ നമ്മൾ സാധാരണ കോഫി ബബിൾസ് ഉള്ള കോഫി കാണത്തില്ല, നമ്മൾക്ക് ഈ എക്സ്പ്രസ്സോ ഒക്കെ കിട്ടും, അതുപോലെ കാണാൻ വേണ്ടി നമ്മൾ ഡാർക്ക് ബ്രൗണിൻ്റെ കൂടെ ലൈറ്റ് ആക്കാൻ വേണ്ടി വെള്ളം മിക്സ് ചെയ്ത് ഞാൻ അകത്തെ ഒരു ശകലം ഷാഡോ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, മുകളിലത്തെ നമ്മൾ ആ കാണുന്ന ഭാഗം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്യാത്ത സാധനം ആയതുകൊണ്ടും ജീവിതത്തിൽ ആദ്യമായിട്ട് വരയ്ക്കുന്ന ആയതുകൊണ്ടും പല തെറ്റുകളും കാണും, നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ എൻ്റെതായ രീതിയിൽ എനിക്ക് എങ്ങനെയൊക്കെ ശരിയാണെന്ന് തോന്നുന്നു അതിനൊക്കെ രീതിയിൽ ഞാനിങ്ങനെ വരച്ച് പോവാണ്. പ്രത്യേക ഒരു സ്റ്റെപ്പ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല, എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാനങ്ങനെ വരച്ച് അങ്ങനെ ഫ്ലോയിൽ അങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പം ഇതിനകത്ത് വരച്ചിരിക്കുന്ന ഇടയ്ക്ക് വെള്ളം ഇട്ടിരിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു കട്ടൻ കാപ്പിയോ അല്ലെങ്കിൽ കാപ്പിക്കോ എന്ത് കോഫിയോ ഉണ്ടായാലും അകത്തൊരു ഭാഗത്തും ഒരു ഡാർക്ക് കളർ ഷെയ്ഡല്ലേ കാണുന്നത്. അപ്പോൾ നിങ്ങൾ കാപ്പി കുടിക്കാൻ നേരത്ത് ഇങ്ങനെ ഉണ്ടാക്കിയ ശേഷം കപ്പിനകത്ത് നോക്കി അങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ കപ്പിൻ്റെ മോൾഭാഗം കാണിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുക. എന്നിട്ട് സൈഡ് വശമായിട്ട് കപ്പിൻ്റെ പകുതി ഷാഡോ പോലെ ശകലം കപ്പിൻ്റെ ഭാഗം ഒരു ചരിഞ്ഞ രീതിയിൽ നമ്മൾ കപ്പിനകത്ത് കാപ്പി എങ്ങനെ കാണുന്നു അതാണ് ശ്രമിക്കുന്നത്. എനിക്കത് ഞാൻ പറഞ്ഞു പിടിക്കുന്നത് ശരിയായോന്നോ, പക്ഷെ എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ പഠിക്കുന്നത്. ഒരു പ്രാവശ്യം തെറ്റിപ്പോം, അടുത്ത പ്രാവശ്യം തെറ്റിപ്പോം, പക്ഷെ എന്നാലും പിന്നെയും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഏകദേശം ഇതൊക്കെ ആയിട്ടുണ്ട്. വെളിയിൽ നിങ്ങൾക്ക് ഗ്രേക്ക് പകരം ബ്ലാക്ക് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ അകത്ത് ഡാർക്ക് ആ കളറിൻ്റെ കൂടെ ഈ കുഞ്ഞു കാപ്പിപ്പൊടിയുടെ ഡോട്ട്സ് ഒക്കെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ബബിൾസും ഈ കാപ്പിപ്പൊടി ഇതും കാണിക്കാൻ വേണ്ടി നമ്മൾ കുഞ്ഞു ഡോട്ടും, അത് നമ്മൾ ഡാർക്ക് കൊണ്ട് മാത്രമല്ല ലൈറ്റ് കൊണ്ടും ഡാർക്ക് കൊണ്ടും എല്ലാവർക്കും ഈ ഞാൻ കണ്ട ബ്രഷ് കണ്ടില്ലേ, കുറേ നാളായിട്ട് ഞാൻ മേടിച്ച് വെച്ചാണ്, പക്ഷേ ഇതുവരെ യൂസ് ചെയ്തില്ല. എൻ്റെ ബ്രഷെല്ലാം ഒത്തിരി പഴയതായിരുന്നു, പോയിൻ്റ് ബ്രഷെല്ലാം തീർന്നത്, അതായത് 000 ഒന്നും ഇല്ലായിരുന്നു. അപ്പം അത് വെച്ചാൽ അതിനുവേണ്ടി നമ്മൾ വൈറ്റിൻ്റെ ഒരു ചെറിയ ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഈ കൊമളയായിട്ട് കാണിക്കാൻ വേണ്ടി കേട്ടോ. അതായത് അത് കഴിഞ്ഞിട്ട് വെളിയിലത്തെ നമ്മുടെ കപ്പിൻ്റെ ഭാഗമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ കളർ അടിക്കാൻ, ഞാൻ വൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വൈറ്റ് കപ്പായിട്ട് കാണിക്കാൻ വേണ്ടി കപ്പിൻ്റെ ഒരു ബാക്കി ഭാഗങ്ങൾ കാണിക്കേണ്ടത് എന്ന് വെച്ചാൽ ഷാഡോയും വേണം, കപ്പിൻ്റെ പകുതി ഭാഗവും കാണിക്കണം. അതിനുവേണ്ടി ഞാൻ ആദ്യം പല രീതിയിൽ കളർ അടിച്ച് നോക്കിയ ശേഷമാണ് അത് ശരിയായത് കേട്ടോ. സത്യം പറയല, നിങ്ങൾ കാണുന്ന സാധനം കുറച്ച് മണിക്കൂർ എടുത്ത് ശേഷം അകത്തെ കാണിക്കുന്നതും ഡീപ്പായിട്ട് കപ്പിനകത്തായിട്ട് കാണിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ജസ്റ്റ് പെൻസിൽ കൊണ്ട് ആദ്യം ഒന്ന് ഷാഡോ ചെയ്തു, പിന്നെ അതിന് ശേഷം ജസ്റ്റ് ബ്രൗൺ കളർ കൊണ്ടും ഷാഡോ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെ വരുന്നതെന്ന് അറിയത്തില്ല, വരയ്ക്കുന്നവർ സമ്മതിക്കണം കേട്ടോ. അപ്പം അവരും വരച്ചല്ലേ പിടിക്കുന്നല്ലേ. അപ്പം ഞാൻ ഇനി നമ്മുടെ കപ്പിൻ്റെ ഈ കപ്പ് സോസറിനകത്ത് ഇരിക്കണം എന്ന് വെക്കണം എന്നാണ് ആദ്യം വിചാരിച്ചത്. അതിന് വരും പിന്നെ കപ്പ് മാത്രമായിട്ട് കാണിക്കുകയാണ്. ഒരു വെള്ള കപ്പിൻ്റെ പകുതി ഭാഗവും അതിൻ്റെ ഷാഡോയും വെച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഏകദേശം ശരിയാവുമെന്ന് വിചാരിക്കുന്നു. ലാസ്റ്റ് വരെ നോക്കും നിങ്ങൾ. അപ്പം ഫുള്ള് സ്കിപ്പാകാതെ ഒന്ന് കണ്ടു നോക്കും, തെറ്റാണെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. പിന്നെ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഏകദേശം ഇതുപോലൊക്കെ ആയി. ഇനി ഞാൻ നോക്കിയപ്പോൾ ഇതിന് എന്തൊക്കെയോ കുറവുകളുണ്ട്. അപ്പം ഞാൻ പല കുറവുകളും മാറ്റാൻ വേണ്ടി പല രീതിയിലൊക്കെ അടിയിലും പുറകിലും ഒക്കെ ശ്രമിച്ച ശേഷമാണ് ഏകദേശം ശരിയായി. ഇച്ചിരി കൂടെ ഞാൻ കടുപ്പൊക്കെ കൂട്ടി കളർ അടിച്ചേ, അപ്പോൾ ഏകദേശം ഇതുപോലായി. പിന്നെ ഒന്നുകൂടി ഒന്ന് ശരിയാക്കിയ ശേഷമാണ് കപ്പിൻ്റെ ഭാഗം വന്നത് കേട്ടോ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ, മറക്കല്ലേ.